ഹായ്, ലന സ്റ്റിച്ചിങ്ങിലേക്ക് സ്വാഗതം. അപ്പോൾ അളവ് ബ്ലൗസ് വെച്ചിട്ട് എങ്ങനെ സിമ്പിളായിട്ട് ബ്ലൗസ് തയ്ക്കുക, കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും കാണിക്കുന്നുണ്ട്. കട്ട് ചെയ്യാനും കാണിക്കുകയാണേ. എനിക്ക് ഒരുപാട് അളവും കാര്യങ്ങളൊന്നുമില്ല, സിമ്പിളായിട്ട് എല്ലാവർക്കും തയ്ക്കുക. സ്റ്റിച്ചിങ് കുറച്ചൊക്കെ അറിയുന്നവർക്കും ഈ അളവ് ബ്ലൗസ് വെച്ചിട്ട് അവരുടെ ബ്ലൗസ് വീട്ടിലുള്ളവരുടെ അമ്മമാരുടെ ആരെങ്കിലും ബ്ലൗസ് എടുത്തിട്ട് ഒന്ന് ഈ മെത്തേഡിൽ സ്റ്റിച്ച് ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ, ഈ വീഡിയോസ് കണ്ടിട്ട് ഉപകാരമാവുകയാണെങ്കിലും ഇഷ്ടമാവുകയാണെങ്കിലും ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ബ്ലൗസിന് ആദ്യമായിട്ട് ഈ ബാക്ക് മറിച്ചിട്ട് സിമ്പിളായിട്ട് കാണിച്ചു കേട്ടോ. എന്താണോ, ഇപ്പം ഞാൻ മാർക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ വെച്ച് തന്നെ മാർക്ക് ചെയ്യല്ലേ. എനിക്കൊന്നുകൂടി എളുപ്പത്തിന് വേണ്ടിയിട്ട് കാണിച്ചു തരാം. ഇങ്ങനെ വെച്ച് മാർക്ക് ചെയ്യുക, വേണമെങ്കിൽ ഇങ്ങനെ ബാക്ക് വെച്ച് മാർക്ക് ചെയ്യുക. ഒന്നും കൂടി എളുപ്പത്തിന് വേണമെങ്കിൽ മറിച്ചിട്ടിട്ട് ഇങ്ങനെ മറിച്ചിടുക ബ്ലൗസ്. ഇങ്ങനെയും ബാക്ക് മാർക്ക് ചെയ്യുക. കണ്ടോ, ഇങ്ങനെ ബാക്ക് മാർക്ക് ചെയ്യുക. ഇങ്ങനെ ബാക്ക് മാർക്ക് ചെയ്യുമ്പോൾ എന്താ ഗുണം വെച്ചാൽ, ഈ സ്റ്റിച്ചിങ് ഈ കൈയുടെ കണ്ടോ റീകളുടെ സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെ ഒന്നും കൂടി പെട്ടെന്ന് മനസ്സിലാവാൻ പറ്റും. എനിക്കത് അത്ര എക്സ്പീരിയൻസ് ഉള്ളവർക്കൊക്കെ അങ്ങനെ പറ്റുള്ളൂ. ഇത് പഠിക്കുന്നവർക്കൊക്കെ പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വേണം. ഈ ഷോളിൻ്റെ തുമ്പ് അപ്പോൾ ഒരേപോലെ മടക്കി വെച്ചിട്ട് ഒരു സൂചി ഇങ്ങനെ പിന്നെ വാങ്ങിച്ചിട്ട് അതൊന്ന് കുത്തി കൊടുക്കുക. അങ്ങനെ കറക്റ്റ് വെച്ചിട്ട് സൂചി അങ്ങനെ കുത്തി കൊടുക്കുക. ഇനി ഇവിടെ കറക്റ്റിൽ മാർക്ക് ചെയ്യുക. ഇത് ഇറക്കം കൂട്ടേണ്ടവർക്ക് ഇറക്കം കൂട്ടിയെടുക്കുക. കറക്റ്റാണെങ്കിൽ ഒപ്പം വെച്ച് തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ കറക്റ്റ് മാർക്കും ഒരു 1.5 ഇഞ്ച് തയ്യൽ തുമ്പോട്ട് കൊടുക്കുക. അതുപോലെ തന്നെ ഇവിടെ ഇതാണ് ഫ്രീകാളിൻ്റെ ഈ കൈയുടെ ചെസ്റ്റിൻ്റെ വണ്ണം ഫ്രീകാൾ കൂടി വരുന്ന ആ ഭാഗത്ത് കറക്റ്റായി മാർക്ക് ചെയ്യുക. ഒരു ബാക്ക് പീസല്ലേ, അപ്പോൾ ഒരു 1.5 ഇഞ്ച് തുമ്പ് മതി. 1.5 ഇഞ്ച് തുമ്പെടുത്തിട്ട് ഇതൊക്കെ കറക്റ്റ് ചെയ്ത് മാർക്ക് ചെയ്യുക. അല്ല ഇവിടെ അങ്ങനെ. അപ്പോൾ ഇത് മനസ്സിലായില്ലേ? ഇറക്കം കറക്റ്റായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ ചെസ്റ്റിൻ്റെ ഇറക്കം കറക്റ്റ് ചെയ്ത് മാർക്ക് ചെയ്ത് കൊടുക്കുക. വേസ്റ്റിൻ്റെ വണ്ണവും തയ്യൽ തുമ്പും, അതുപോലെ ചെസ്റ്റിൻ്റെ വണ്ണവും തയ്യൽ തുമ്പും. അപ്പോൾ ഈ വണ്ണം ഇത് കറക്റ്റ് ആവണം. പിന്നെ റീകാളിൻ്റെ ഈ സ്റ്റിച്ചിങ് കണ്ടോ, ഇപ്പോൾ ഈ കൈയുടെ ഇതിൻ്റെ സ്റ്റിച്ചിങ് കണ്ടോ, ഇതിപ്പോൾ ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെ കാണുമ്പോൾ അതിൽ കൂടെ ആ ഒരു തയ്യൽ തുമ്പിൻ്റെ അതിൻ്റെ കൂടെ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുക. കേട്ടോ, ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഈ ഷോൾഡറിൻ്റെ ഇവിടെ വരുമ്പോൾ കറക്റ്റ് മാർക്ക് ചെയ്യുക. 1/4 ഇഞ്ച് മേലേക്കും കയറ്റി മാർക്ക് ചെയ്യുക. അപ്പോൾ ഈ ഷോൾഡർ ജോയിൻറ്റ് ചെയ്യാനുള്ള തുമ്പാണ്. അതുപോലെ തന്നെ ഇവിടെ ഇതിൻ്റെ തുമ്പ് കൂടെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ നെക്കിൻ്റെ അവിടേക്ക് വരുമ്പോൾ ഇത് കണ്ടോ, ഈ നെക്കിൻ്റെ അവിടെ കണ്ടില്ലേ, ഇവിടെ ഇങ്ങനെ കറക്റ്റ് മാർക്ക് ചെയ്യുക. അതുപോലെ 1/4 ഇഞ്ച് തയ്യൽ തുമ്പ് പുറത്തേക്ക് തള്ളിയിട്ട് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതുപോലെ കഴുത്തിൽ ഇപ്പോൾ വൈഡ് കുറവാണ്, വൈഡ് കൂടുതലുള്ളവർക്ക് അതിനനുസരിച്ച് ചെയ്യുക. ഇത് ഈ അളവിൽ ഇങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതുപോലെ അതിനൊപ്പം മാർക്ക് ചെയ്യുക. ഒരു പൊടിക്ക് നമ്മൾ തയ്യൽ തുമ്പ് പുറത്തേക്ക് തള്ളി മാർക്ക് ചെയ്യുക. അങ്ങനെ 1/4 ഇഞ്ച്. ഇപ്പം ഇത്രയുള്ളൂ ബാക്ക്. പെട്ടെന്ന് തീർന്നില്ലേ? ഇത് അളവ് ബ്ലൗസിന് കറക്റ്റ് ചെയ്തിട്ട് വെക്കുന്നതാണേ. അപ്പോൾ ഇതാ, ഇത് ഒന്നുകൂടി അത് മാറ്റി വെച്ചിട്ട് ഈ ലൈനൊക്കെ ഒന്നുകൂടി ഒന്ന് കറക്റ്റ് ചെയ്ത് വെക്കുക. അപ്പോൾ റീകളൊക്കെ കറക്റ്റ് അതിൻ്റെ അളവിൽ തന്നെ വരും. അതുപോലെ കഴുത്തും ഒന്ന് കറക്റ്റ് ചെയ്ത് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. ബാക്ക് പീസ് കണ്ടോ, ഇതുപോലെ
ഇങ്ങനെ മറിച്ചിടുക. എന്നിട്ട് കാലിഞ്ച് കണ്ടോ, ഈ കാലിഞ്ച് വിട്ടിട്ട് മാർക്ക് ചെയ്യണേ. എന്നിട്ട് എന്താ ഈ നെക്കിൻ്റെ അവിടെയൊക്കെ സൂചി കുത്തി കൊടുക്കുക. കുത്തി കൊടുക്കുക. ഇവിടെ നീങ്ങി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ 2-3 ഭാഗത്ത് കുത്തി കൊടുക്കുക. ഇനി കണ്ടോ, ഇപ്പോൾ കറക്റ്റായി അവിടെ ഇരുന്നില്ലേ. ഇനി എന്താ ഈ കഴുത്തിൻ്റെ ഇറക്കം കണ്ടോ, ഈ ഇറക്കത്തിൽ മാർക്ക് ചെയ്ത് കൊടുക്കുക. കഴുത്തിന് കറക്റ്റ് ചെയ്തിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ കാണുമ്പോൾ ബുദ്ധിമുട്ടാണെന്നൊക്കെ തോന്നും, പക്ഷെ 1-2 മാർക്ക് ചെയ്ത് കട്ട് ചെയ്യുമ്പോൾ എളുപ്പമുള്ള സ്റ്റിച്ചിങ്ങാണിത്. ബ്ലൗസ് കട്ട് ചെയ്യാനും പെട്ടെന്ന് കഴിയും. എന്താ പിന്നെ കറക്റ്റ് മാർക്ക് ചെയ്യുക. 1/4 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. പിന്നെ അത് വേണ്ട റീകളൊക്കെ ഇപ്പോൾ ഇങ്ങനെ വെക്കുമ്പോൾ കറക്റ്റായി കിട്ടും. ഇതാണ് ഇങ്ങനെ വയ്ക്കുമ്പോൾ കറക്റ്റായി കിട്ടും. ഇതാണ് ഇങ്ങനെ കറക്റ്റ് ചെയ്ത് മാർക്ക് ചെയ്യുക. ഫ്രണ്ട് പീസല്ലേ, അപ്പോൾ തുമ്പ് കുറച്ചധികം കൊടുക്കാം. ഇനി ഇവിടേക്ക് സൈഡ് കട്ടിങ്, സൈഡ് ടക്ക് വരുന്നത് ഇവിടെയാണ്. ഇത് കണ്ടോ, അവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക, സൈഡ് ടക്കിൻ്റെ അവിടെ. പിന്നെ അതിൻ്റെ കട്ടിങ്ങിൻ്റെ അവിടേക്ക്, ഈ കട്ടിങ്ങിൻ്റെ ജോയിൻ്റ് ഉണ്ടോ, ഈ ജോയിൻറ്റിൻ്റെ അവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. കാരണം ഈ സൈഡ് ടക്കിൻ്റെ അപ്പുറവും ഇപ്പുറവും 1/4 ഇഞ്ചോളം പോവും. ഇവിടെയും 1/4 ഇഞ്ച് പോവും, ഇവിടെയും 1/4 ഇഞ്ച് പോവും. അപ്പോൾ ഈ 2 സൈഡും 1/4 ഇഞ്ച് പോകുമ്പോൾ ഇവിടെ 1/2 ഇഞ്ച് കിട്ടണം. അതുപോലെ ഇവിടുത്തെ 1/4 ഇഞ്ചും ഈ 1/4 ഇഞ്ച് കൂടിയും കൂട്ടിയിട്ട് ഈ 1/2 ഇഞ്ചും ഈ 1/4 ഇഞ്ച് കൂടിയും കൂട്ടിയിട്ട് ഇവിടെ നമുക്ക് 3/4 ഇഞ്ചോളം കിട്ടണം തുമ്പ്. മനസ്സിലായോ? ഇവിടെ രണ്ടോടും ടക്ക് പിടിക്കുമ്പോൾ 1/4 ഇഞ്ചും 1/2 ഇഞ്ച് പോകും. ഇവിടുത്തെ 1/4 ഇഞ്ച് പിടിക്കുമ്പോൾ അപ്പോൾ മൊത്തം 3/4 ഇഞ്ച്. ആ 3/4 ഇഞ്ച് ഈ കട്ടിങ്ങിൻ്റെ, ഇതാണ് മെയിനായിട്ടുള്ള സ്റ്റിച്ച് കണ്ടോ ഈ പോകുന്നത്. അപ്പോൾ ഇവിടെ ഒരു 3/4 ഇഞ്ചെങ്കിലും ഇവിടേക്ക് ഇങ്ങോട്ട് കിട്ടണം. ഇതാട്ടോ വരെ 3/4 ഇഞ്ചെങ്കിലും കിട്ടണേ. അങ്ങനെ മാർക്ക് ചെയ്യണം. അതുപോലെ ഈ സൈഡിൽ ഇതുണ്ടോ, ഈ ജോയിൻറ്റിൻ്റെ അവിടെ നിന്ന് കറക്റ്റ് ചെയ്തിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഈ സ്റ്റിച്ചില്ലേ, ഈ സ്റ്റിച്ചിൻ്റെ അവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക. അതുപോലെ താഴേക്കും 1/4 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഈ അടിക്കുന്ന സ്റ്റിച്ചിൻ്റെ അവിടെ ഇങ്ങനെ ആദ്യം ഒന്ന് മാർക്ക് ചെയ്ത് വിടണം. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ തയ്യൽ തുമ്പ് 1/4 ഇഞ്ച് താഴേക്ക് മാർക്ക് ചെയ്ത് വിടണം. അപ്പോൾ ഇവിടുത്തെ ഈ അളവില്ലേ, ഈ അളവ് കറക്റ്റായിരിക്കും ഇവിടേക്ക് വരുമ്പോൾ. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ഈ സൈഡിലെ ടക്ക്. ഈ ടക്ക് കണ്ടോ, ഈ ടക്ക് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ സൂചി ഒഴിച്ചിട്ട് മെയിനായിട്ട് ടക്കിൻ്റെ അകലം കൊടുക്കുക. അതായത് ഇവിടെ 1/4 ഇഞ്ച് വിട്ടിട്ട് വേണം ഈ മെയിൻ ടക്കിൻ്റെ അകലം കൊടുക്കാൻ. ഇതുണ്ടോ ഫ്രണ്ടിൽ മെയിൻ ടക്കില്ലേ, ഇതാണ് ഇത് കാണില്ലേ, ഈ ഒരു അകലം. ഇതിങ്ങനെ സ്ട്രൈറ്റ് കട്ടിങ് ആവുകൊണ്ട് ഇങ്ങനെ പിടിക്കുക. ക്രോസ് കട്ടിങ്ങിലൊന്നും ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല, തുണി വലിഞ്ഞുകൊണ്ടിരിക്കും. സ്ട്രൈറ്റ് കട്ടിങ് ആവുകൊണ്ട് ഇങ്ങനെ അളവെടുക്കുക. ടാപ്പിൻ്റെ ആവശ്യം എവിടെയും വരുന്നില്ല. കണ്ടോ, ഈ ഒരു ഇത് അകലം മാത്രമാണ്, ടക്കിൻ്റെ അറക്കല്ല, അകലം മാത്രമാണ്. ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ടക്കിൻ്റെ അകലം. അതുപോലെ ഈ ഷോൾഡറില്ലേ, ഈ ഷോൾഡറിൻ്റെ ഇവിടെ ഇപ്പോൾ നമ്മൾ മാർക്ക് ചെയ്തില്ലേ, ഈ മാർക്ക് ചെയ്ത അവിടെ വെച്ച് പിടിക്കുക. 1/4 ഇഞ്ച് മുകളിലേക്കല്ല, മാർക്ക് ചെയ്ത അവിടെ വെച്ചിട്ട് ഈ അകലത്തിൻ്റെ അവിടേക്ക് നേരിട്ട് അടക്കി ഇങ്ങനെ പിടിക്കുമ്പോൾ നേരെ പിടിക്കുക. അപ്പോൾ ഈ സ്റ്റിച്ച് കണ്ടോ ഇവിടെയാണ് വരുന്നത്, കണ്ണില്ലേ, ഇതാണ്ടോ ഇവിടെയാണ് വരുന്നത്. അവിടെയാണ് മെയിൻ ടക്കിൻ്റെ ഇറക്കം മാർക്ക് ചെയ്യണത്. ഇത് അകലം മാത്രമാണ് മാർക്ക് ചെയ്തത്, ഇത് ഇറക്കം. അപ്പോൾ ഇതില്ല. ഇനി ഈ അകലത്തിൻ്റെ അവിടെ തന്നെ വെച്ചിട്ട് എന്ത് ചെയ്യണം, താഴത്തെ ഈ മെയിൻ ടക്കിൻ്റെ ഇറക്കം കൊടുക്കണം. ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഈ ഇറക്കം കണ്ടോ, അവിടെ നിന്ന് വരട്ടെടുക്കുക, നീളത്തിന് അങ്ങനെ വരട്ടെടുക്കുക. അത് കഴിഞ്ഞാൽ ഈ മെയിൻ ടക്കിൻ്റെ വലിപ്പം നോക്കണ്ടേ, ആ വലിപ്പം നോക്കണത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടെ ഈ 1/4 ഇഞ്ച് വിട്ടില്ലേ, ഈ 1/4 ഇഞ്ച് വിട്ടുകൊടുത്ത് ഈ കട്ടിങ് മടക്കി പിടിച്ച് വയ്ക്കുക. ഇങ്ങനെ ഈ 1/4 ഇഞ്ച് വിട്ടുകൊടുത്ത് കട്ടിങ് മടക്കി പിടിച്ച് വെച്ചിട്ട്
ഈ ടെക്കിൻ്റെ ജോയിൻറ്റ് കാണുന്നില്ലേ, ഈ ജോയിൻറ്റിൻ്റെ അവിടെ മാർക്ക് ചെയ്ത് കൊടുക്കണം. ഈ ജോയിൻറ്റില്ലേ, എന്താ ഈ ജോയിൻറ്റ് ഇവിടെ ഇങ്ങനെ മടക്കി പിടിക്കുമ്പോൾ ഈ ജോയിൻറ്റ് വരും. ഈ ജോയിൻറ്റിൻ്റെ അവിടെ മാർക്ക് ചെയ്ത് കൊടുക്കണം. കണ്ടോ, അവിടെ മാർക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ എത്രയും ഈ ടെക്കിൻ്റെ അകലം വലിച്ച ഇവിടെ നിങ്ങളുടെ എത്ര വലിച്ച അതേപോലെ തന്നെ ഇപ്പുറത്തേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് ഇങ്ങനെ ചെരിച്ച് വരച്ചെടുക്കുക ഈ ടെക്കിലേക്ക്. കണ്ടോ, അങ്ങനെ. ഇനി ഈ സൈഡ് ടക്കില്ലേ, ഈ സൈഡ് ടക്ക് മാർക്ക് ചെയ്യണത് ഈ കാലിഞ്ച് വിട്ടിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ, ഇപ്പോൾ ഇവിടെ കാലിഞ്ച് വിട്ടില്ലേ, ആ കാലിഞ്ച് വിട്ടിട്ട് നേരെ പിടിച്ചിട്ട് വെച്ച് കൊടുക്കുക. അപ്പോൾ അവിടെ എവിടെ വരുന്ന വെച്ചാൽ സ്റ്റിച്ച് അവിടെ വരുന്ന വെച്ചാൽ അതിലേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുക. അങ്ങനെ പിന്നെ ഈ റീഗാളിൻ്റെ അടുത്ത ടക്ക് അത് ഇതാ ഈ മെയിൻ ടക്കിന്ന് പിടിക്കണം. ഇതാണല്ലോ മെയിൻ ടക്കിന്ന് പിടിച്ചു കഴിഞ്ഞാൽ ഇതാ ഒപ്പം വരും. ഈ മാർക്ക് ചെയ്തിട്ടില്ലേ അവിടെ അതിൻ്റെ ടക്ക് വെച്ചിട്ട് അങ്ങനെ ഒപ്പം വെച്ച് കഴിഞ്ഞാൽ എന്താ ഇവിടെ ഇതിൻ്റെ ഇതേ ഇതിൽ വരും. കണ്ടോ, ഇവിടെ നിന്നിട്ടുള്ള ടക്ക്. അപ്പോൾ ഈ ബ്ലൗസിലെ ടക്ക് പോലെ തന്നെ ഇതിലിപ്പോൾ അവരെങ്ങനെ ടക്ക് ഇട്ടണമെങ്കിൽ അതുപോലെ തന്നെ കിട്ടുമ്പോൾ ഇങ്ങനെ വെച്ച് മാർക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ. ഇനി ഇതിൽ നിന്ന് ഇതിലേക്ക് ചെരിച്ച് വരച്ച് കൊടുക്കുക. ഇതാ അപ്പോൾ ബ്ലൗസിൻ്റെ ഫ്രണ്ട് പീസ് മാർക്ക് ചെയ്ത് കഴിഞ്ഞു. ഇത്രയല്ലോ, സിമ്പിളാണ്. ഇത് പടിഞ്ഞു കഴിഞ്ഞാൽ എളുപ്പമാണ്. പക്ഷേ ആദ്യം 1-2 പ്രാവശ്യം കട്ട് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, പടിഞ്ഞു കിട്ടാൻ കുറച്ച് പണിയുണ്ടാവും. പക്ഷേ ഇതിൻ്റെ കണക്കും കാര്യങ്ങളൊന്നും ഇനി ഇത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഫ്രണ്ട് പീസും ബാക്ക് പീസും മാർക്ക് ചെയ്തെടുത്തു. ഇനി ഇതിൻ്റെ കട്ടിങ് കണ്ടോ, കട്ടിങ് ഇതാ ഈ സ്റ്റിച്ച് കണ്ടോ, ഈ സ്റ്റിച്ചിലും 1/4 ഇഞ്ച് മുകളിലേക്കും അതുപോലെ ഇവിടെ ഒക്കെ ആ തുമ്പ് കൂടെ കൊണ്ടുപോയാലും മതി. ഇവിടേക്ക് കുറച്ച് കൂട്ടി കൊടുക്കുക. അതുപോലെ ഇവിടെ കണ്ടോ, ഇതിൽ മാർക്ക് ചെയ്യുക 1/4 ഇഞ്ച് താഴേക്കും. ഇതൊക്കെ കുറച്ച് നീട്ടിയെടുത്തു കേട്ടോ, എന്നുവെച്ചാൽ സ്റ്റിച്ചിങ് കഴിയുമ്പോൾ ചിലപ്പോൾ കറക്റ്റ് ചെയ്തെടുത്താൽ കറക്റ്റായി കിട്ടിയില്ലെങ്കിലോ. അപ്പോൾ ഇവിടെ മാത്രം കുറച്ച് അറ്റത്തേക്ക് നീട്ടിയെടുക്കാം. ഇട്ടൊന്ന് മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കാം. കട്ടിങ് കട്ടിങ് വഴി സ്ലീവ് മാർക്ക് ചെയ്യുക. അതുപോലെ കൈയുടെ ഇറക്കം ഈ ഷോൾഡറിൻ്റെ അവിടെ കറക്റ്റ് ചെയ്ത് മാർക്ക് ചെയ്യുക. 1/4 ഇഞ്ച് മേലേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇങ്ങനെ ഈ സ്റ്റിച്ചില്ലേ, ഈ സ്റ്റിച്ചിൻ്റെ അവിടെ ഇങ്ങനെ വിരൽ വെച്ചിട്ട് ഇതിങ്ങനെ ബ്ലൗസ് മറിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് അവിടെ നിന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെയൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അങ്ങനെ മാർക്ക് ചെയ്യുക. കൈക്കുഴി അങ്ങനെ മാർക്ക് ചെയ്യുക. അങ്ങനെ കുഴിച്ച് വെട്ടി കൊടുക്കുക. കറക്റ്റ് അളവ് ഇതിങ്ങനെ മാർക്ക് ചെയ്യുക. ഇനി ഇത് വെട്ടിയെടുക്കാം. ഈ കട്ടിങ് പീസില്ലേ, അത് ലൈനിങ് അടക്കം ഒരു ഭാഗത്തേക്ക് 3 പീസ് വേണം. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ വെട്ടിയത് 2 പീസല്ലേ, ഇതും നല്ല തുണിയിൽ 2 പീസും എക്സ്ട്രാ 2 പീസ് കൂടി വേണം. അപ്പോൾ ആ 2 പീസ് വേറൊരു പീസിന് എടുത്തിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ലൈനിങ് തുണിയിൽ തന്നെ 4 പീസ് വന്നു കട്ടിങ്. ഉണ്ടാവും
ഇനി നല്ല തുണിയിൽ മാർക്ക് ചെയ്യുമ്പോൾ അതിന്ന് ഓരോന്നുകൂടി കിട്ടും. അപ്പോൾ മൊത്തം 6 പീസ് വരും. ഇനി ക്രോസ് പീസ്, അതായത് കഴുത്തിന് ക്രോസ് വെക്കണ്ടേ. അപ്പോൾ ഈ തുണിക്ക് ബാലൻസുള്ള തുണീനെ ഇങ്ങനെ മാർക്ക് ചെയ്ത് ക്രോസ് മാർക്ക് ചെയ്ത് കൊടുക്കുക. എല്ലാം സെറ്റാക്കിയിട്ട് തയ്ക്കാതിരുന്നാൽ പെട്ടെന്ന് ക്രോസിൻ്റെ പണി കഴിയും. അപ്പോൾ ബാക്കും ഫ്രണ്ടും സ്ലീവും കട്ടിങ് 4 പീസും ക്രോസ് പീസും എല്ലാമായി. ഇനി ഇത് നല്ല തുണിയിലൂടെ വെട്ടിയെടുത്തിട്ട് സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ ഈ രീതിയിൽ സ്റ്റിച്ച് ചെയ്ത് നോക്കുകൊണ്ട് പെട്ടെന്ന് പഠിയാൻ എളുപ്പമാവും. അതുപോലെ നല്ല അളവ് ബ്ലൗസ് പോലെ തന്നെ അതുപോലെ ഫിനിഷിങ്ങിൽ കിട്ടും ഈ മെത്തേഡിൽ വെട്ടിക്കഴിഞ്ഞാൽ. അപ്പോൾ ഇതൊന്ന് ചെയ്ത് നോക്കി ശരിയായിട്ട് കമൻറ്റ് ഇടുക. ഇനി ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ കാണിച്ചു തരാം. അപ്പോൾ എല്ലാവരും ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.